അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി LDF ചോക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മാനേരി ഹസൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA N കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KT മുജീബ്, P കേശവദാസ്, VP സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ KK ദാമോദരൻ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുകയും ചെയ്തു. വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരനാകുമെന്നും വാണിയമ്പലത്തെ റെയിൽവേ മേൽപ്പാലം പണിത് ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇടുങ്ങിയ തീയതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. നമ്മുടെ മണ്ഡലം വിപുലമായ ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭൂപ്രകൃതി വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് എല്ലായിടത്തും എത്താവുന്ന അല്ലതാണ്. 8 പഞ്ചായത്തുകളുള്ള ഈ വലിയ നിയമസഭാ മണ്ഡലത്തിൽ എല്ലാ വീടുകളിലും കയറി ഓരോ വീട്ടിലും ഇരുന്ന് വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് സുസാധ്യമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 4-5 ദിവസമായി നമ്മുടെ വാർഡിലെ, നമ്മുടെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലൂടെ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ കൂടി നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകരെ കാണുന്നതിനായിട്ടുള്ള യാത്ര ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും കയറേണ്ടതുണ്ട്. എന്നാൽ അത് സ്ഥാനാർത്ഥി മാത്രമോ സ്ഥാനാർത്ഥിയുടെ കൂടെ സഞ്ചരിക്കുന്നവരോ മാത്രം വിചാരിച്ചാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മളെല്ലാവരും സ്വയം സ്ഥാനാർത്ഥിയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന ധാരണയിൽ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഒരു കാരണവശാലും നിലവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്ക് ഒരു ഇടർച്ച ഉണ്ടാവാൻ പാടില്ല. അത് ഈ ഹാളിലിരിക്കുന്ന ആളുകളുടെ മാത്രം ക്ഷേമൈശ്വര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല. മറിച്ച് നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള ആളുകളെയും ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും മൊത്തത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ എല്ലാം ദീർഘകാല ക്ഷേമ ഐശ്വര്യങ്ങൾ നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം കേരളത്തിൽ നിലനിൽക്കണം എന്ന വലിയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നവർ എന്ന നിലയിൽ വരും തലമുറയോട് നമുക്കുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ പ്രവർത്തനം. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷം കേരളം എത്ര കണ്ട് മുന്നിലേക്ക് ഓടിയോ ആ ദൂരം പിന്നിടാൻ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന് ഇനിയും ഒരു 10 വർഷവും കൂടി വേണ്ടിവരും. വണ്ടൂർ നിയമസഭാ മണ്ഡലം വളരെ പതുക്കെയാണ് പുരോഗതിയുടെ കാര്യത്തിലും ക്ഷേമത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ 25 വർഷമായി ഈ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത് ഒരു വലതുപക്ഷക്കാരനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. വലതുപക്ഷക്കാരൻ്റെ കാഴ്ചപ്പാടും ഇടതുപക്ഷക്കാരൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കും. അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ നാടുകളെ ഒന്ന് താരതമ്യം ചെയ്താൽ മതി. ഒരു ഇടതുപക്ഷക്കാരൻ സ്ഥിരമായി പ്രാതിനിധ്യം ചെയ്യുന്ന ഒരു മണ്ഡലവും ഒരു വലതുപക്ഷക്കാരൻ സ്ഥിരമായി പ്രാതിനിധ്യം ചെയ്യുന്ന ഒരു മണ്ഡലവും സമയമെടുത്ത് പരിശോധിച്ചാൽ ഈ രാഷ്ട്രീയ നിലപാടിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാകുന്നത് എപ്പോഴും രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പണിയെടുത്ത് ജീവിക്കുന്ന ചെറുകിട വ്യാപാരങ്ങൾ നടത്തുന്ന ചെറുകിട കാർഷിക വൃത്തി ചെയ്യുന്ന ചെറുകിടക്കാരായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ ഇരകളാകുന്നത്. പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങിയവരാണ്. അതിൻ്റെ മുഖ്യ ഗുണഭോക്താക്കളാവുന്നത് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് പലിശ, പാട്ടം,
വലിയ തോതിലുള്ള മറ്റു വരുമാനങ്ങളുള്ള ആളുകളാണ്. അത് വലതുപക്ഷമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ഈ ദുസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തെ പിന്നോക്കം അടുപ്പിക്കാനുള്ള കാരണം. നമുക്ക് ഏറ്റവും ചെറിയ ഉദാഹരണങ്ങളായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് വാണിയമ്പലത്തെ ബ്ലോക്ക്. അതുപോലെ തന്നെ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ ഗവൺമെൻറ് കോളേജില്ല, ഇവിടെ നല്ല കളിസ്ഥലമില്ല എന്നുള്ളതെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇത്തരം കുറവുകളുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.